രാഹുൽ ഗാന്ധിക്ക് വീണ്ടും ഈ മാസം 25-ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED നോട്ടീസ് നൽകിയതിന് പിന്നാലെ കോൺഗ്രസ് രാജ്യവ്യാപകമായ ഒരു വലിയ പ്രതിഷേധത്തിന് ഇപ്പോൾ ആഹ്വാനം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കേണ്ട എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ INDA മുന്നണിയിലുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് തങ്ങൾ പലപ്പോഴും പല കേസുകളിൽ പെട്ടിട്ടുണ്ട്, അപ്പോഴൊന്നും തങ്ങളെ സഹായിക്കാൻ ഒരു പ്രസ്താവന പോലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പ്രത്യേകിച്ച് ആം ആദ്മി ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് അരവിന്ദ് കെജ്രിവാളും മറ്റുമൊക്കെ അകത്തുപോയത് തങ്ങൾ കാരണമാണ് എന്ന് വീമ്പിളക്കിയിരുന്നു കോൺഗ്രസ്. എന്നാൽ അവർ നടത്തിയ പ്രതിഷേധങ്ങളിലൊക്കെ ചിലയിടത്തൊക്കെ കോൺഗ്രസ് വലിയ രീതിയിൽ ജന്തർ മന്ദിറിലടക്കമുള്ള പ്രതിഷേധങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. തൃണമൂൽ കോൺഗ്രസിനും ഇതുതന്നെയാണ് പറയാനുള്ളത്. പലപ്പോഴും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ ഇത്തരത്തിൽ കേസുകളിൽ കുടുങ്ങുമ്പോൾ അവരെ പിന്തുണയ്ക്കാനോ അവരുടെ കൂടെ നിൽക്കാനോ കോൺഗ്രസ് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിലും ഒപ്പം തന്നെ ഈ പ്രതിഷേധങ്ങളിലും ഇടപെടേണ്ട എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളിലെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും തീരുമാനം. അതോടുകൂടി കോൺഗ്രസ് ഒറ്റപ്പെടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ പ്രതിഷേധം കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ രാജ്യവ്യാപകമായി നടത്തേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും കുരുക്ക് മുറുകിയിരിക്കുന്നു. കുറ്റപത്രത്തിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പേര് പറയുന്നു എന്ന് മാത്രമല്ല, 5000 കോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ്. ഇത് വെളുപ്പിച്ചെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. ഇതൊക്കെ നന്നായി അറിയാവുന്നത് കൊണ്ടാകാം പ്രതിപക്ഷ പാർട്ടികൾ ഇതിൽ നിന്ന് പിൻവലിയുന്നത്. ഏതായാലും നിർണായകമായ ദിവസങ്ങളിലൂടെയാണ് ഇനി രാജ്യം കടന്നു പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.